ഈ ഇലക്ഷൻ ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കുന്നത്. അതിനുവേണ്ടി ഒരു കാഴ്ചപ്പാട്, അതിനുവേണ്ടി ഒരു പദ്ധതി, അതെല്ലാം കൃത്യമായി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കുന്ന സ്ഥാനാർത്ഥികളും അങ്ങനെ ആ ബേസിസിൽ ഞങ്ങൾ തീരുമാനിച്ച് ഇതൊരു ഫൈറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഞങ്ങളിപ്പോ വരാൻ പോകുന്ന ദിവസത്തെ NDA ഈ സെൻട്രൽ കേരളയിൽ നോക്കാൻ NDAന്റെ ഒരു ഓഫീസ് തുടങ്ങാൻ പോകുന്നു കൊച്ചിയിൽ. അപ്പോ ഇതെല്ലാം സീരിയസ് ആയിട്ട് വെറുതെ പറയാനല്ല. ഇത് ഞങ്ങൾ ഈ ഇലക്ഷൻ നാടിന് വേണ്ടി, നാടിന്റെ ഭാവിക്ക് വേണ്ടി ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് കാണുന്നു. അപ്പോ എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷൻ, ടീം, സ്ഥാനാർത്ഥി, ക്യാമ്പയിൻ ഇതെല്ലാം ഞങ്ങൾ കൃത്യമായി ഒരുമിച്ച് ഇരുന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾ അത് മുമ്പോട്ട് ജനങ്ങളുടെ മുമ്പിൽ വെക്കും. ഈ ഒരു അലയൻസ് വന്നു കഴിഞ്ഞപ്പോ ആദ്യം ചോദിച്ച ചോദ്യം എത്ര സീറ്റിൽ മത്സരിക്കും? സാബു ജേക്കബ് മത്സരിക്കുമോ? സാബു ജേക്കബ് മത്സരിക്കാൻ വേണ്ടിയിട്ടോ മന്ത്രിയാകാനോ അധികാരത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളല്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഞങ്ങള് ഇതുവരെ ഏത് സീറ്റിൽ മത്സരിക്കണം, എത്ര സീറ്റ് മത്സരിക്കണം എന്നൊരു ചർച്ച പോലും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഇന്റൻഷനിലല്ല ഞങ്ങൾ NDAയിലേക്ക് വന്നത്. അവിടെ സീറ്റ് മേടിക്കുക, സീറ്റിൽ തർക്കം നടത്തുക, അത് വിലപേശുക, അങ്ങനെ ഒരു ലക്ഷ്യമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ കാര്യത്തിൽ ഒരു തർക്കവും NDAയിൽ ഉണ്ടാവില്ല. സീറ്റിന് വേണ്ടിയിട്ട് ചിലപ്പോ 0 ആയിരിക്കും 2020 മത്സരിക്കുന്നത്, അവിടെയും തർക്കം ഉണ്ടാവില്ല. പക്ഷേ ഇത് ഉദ്ദേശിക്കുന്നത് സീറ്റില് NDA അല്ല BJP എത്ര സീറ്റിൽ മത്സരിച്ചു, എത്ര സീറ്റിൽ വിജയിച്ചു, 2020 എത്രയിൽ മത്സരിച്ചു, വിജയിച്ചു, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ രണ്ട് കോമ്പിനേഷനും കൂടിയിട്ട് മത്സരിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതിന്റെ റിസൾട്ടാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ ക്ലിയർ ആണ്. അതിലൊരു തർക്കം ഉണ്ടാവില്ല. അങ്ങനെ തർക്കം ഉണ്ടാക്കാനായിട്ട് ആരും ശ്രമിക്കുകയും വേണ്ട.